ഇന്ന് എൻ്റെ ഒരു കസ്റ്റമറുടെ മോൾക്ക് വേണ്ടി ഒരു അംബ്രല ഫ്രോക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനായിട്ട് അവർ തന്നെ കൊണ്ടുവന്ന മെറ്റീരിയലാണിത്. പ്ലെയിൻ നെറ്റ്. അതിൻ്റെ കളറെന്ന് പറയുന്നത് ഒരു ലൈറ്റ് ഗ്രേ അല്ലെങ്കിൽ ഒരു സിൽവർ കളർ വരുന്ന ഒരു ഷെയ്ഡാണ്. അപ്പോൾ അതിന് മാച്ചായിട്ട് വരുന്ന സാറ്റിനും ക്രേപ്പുമാണ് ലൈനിങ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വീഡിയോയിൽ കാണുമ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ കളർ മനസ്സിലാവുന്നില്ലായിരിക്കും. പക്ഷേ ഡയറക്റ്റ് കാണുമ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു കളറായിരുന്നു. അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴും ഒരു അടിപൊളി ലുക്കായിരുന്നു കേട്ടോ. അപ്പോൾ സാറ്റിനാണെങ്കിലും തന്നെ നല്ല കൂടിയ സാറ്റിനായിരുന്നു. നമ്മളിങ്ങനെ മടക്കിയിട്ടിട്ടൊക്കെ കട്ട് ചെയ്യുമ്പോൾ നല്ല പാടായിരുന്നു. അതുകൊണ്ട് ഞാൻ കൈയൊക്കെ വെച്ച് പ്രസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എൻ്റെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞിരിക്കുവാണ്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിങ് വീഡിയോ നിങ്ങൾ നേരത്തെയും കണ്ടു കാണും. ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ഒരു വീഡിയോ ആയിരുന്നത് റഫൽ സ്ലീവാണ്. അപ്പോൾ ആ ഒരു സ്ലീവ് ഞാൻ ഈ ഫ്രോക്കിനാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റഫൽ സ്ലീവ് നമുക്ക് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നുവാണെങ്കിലും പക്ഷേ സ്റ്റിച്ച് ചെയ്യാൻ നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുവാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ വേറെ 1-2 ഫ്രോക്കുകൾ ചെയ്തിട്ടുണ്ട് റഫൽ സ്ലീവ്. അപ്പോൾ എൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞ് അയനിങ് ആണ്. അയനിങ് സൂക്ഷിച്ച് തന്നെ ചെയ്യണം, കാരണം നെറ്റും സാറ്റിനുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കി ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഫ്ലെയറൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ സ്ലീവ് റഫൽ സ്ലീവ് നല്ലതായിട്ട് ഇതിന് ചേരുന്നുണ്ടായിരുന്നു. അതേപോലെ ബാക്കിലും ഫ്രണ്ടിലും ഒരുപോലെ തന്നെ ഫ്ലെയറാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ നെക്ക് എന്ന് പറയുന്നത് ഫ്രണ്ടിൽ ഞാൻ ഹാർട്ട് ഷേപ്പിൽ നെക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്ലീവിൽ തന്നെ താഴെ ചെറുതായിട്ടൊന്ന് ബീഡ്സിൻ്റെ വർക്ക് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ആ മോളിട്ടിട്ടുള്ളൊരു പിക്ക് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കുവാണ്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ.